ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അവരിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിഷയം പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശവും തുടർന്നുണ്ടായ വിവാദങ്ങളും ഒക്കെയാണ്. അപ്പം ഇതിലേക്ക് നമ്മൾ പോയാൽ, ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രി KSU പോര് അത് അവസാനിച്ചിട്ടില്ല. കോൺഗ്രസിന് ഒരു മുഴുവൻ സമയ നേതൃത്വം ഇല്ലാത്തത് ഒരു പരിധിവരെ പ്രശ്നം വഷളാക്കാൻ കാരണമായിട്ടുണ്ട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും 2 വർക്കിംഗ് പ്രസിഡന്റുമാരും മന്ത്രിമാരായതോടെ KPCCക്ക് നാഥനില്ല കളരിയായി മാറിയെന്ന് പ്രവർത്തകർ വിമർശനം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി. UDF സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ തന്നെ KPCCക്ക് വിശാല നേതൃയോഗം വിളിക്കാനും സാധിച്ചിട്ടില്ല. കോൺഗ്രസിനെ വലയ്ക്കുന്നത് സംഘടനാ ഇല്ലായ്മയോ? ഇന്ന് ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നതും ഇതേ വിഷയം തന്നെയാണ്. വിശകലനങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബു ചേർന്നുണ്ട്. ബിനിൽ, ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നു പലവട്ടം സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമാണിത്. കാരണം ഇപ്പം കോൺഗ്രസിൽ ഈ പ്രശ്നം ഏറ്റവും ഒടുവിൽ നമ്മൾ സംസാരിച്ചത് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഖ്യമന്ത്രി KSU പോരാണ്. അതിനു മുൻപ് നടന്ന വിഷയങ്ങളിലുമൊക്കെയും സംഘടനയിൽ നിന്ന് പല അഭിപ്രായങ്ങൾ പലയിടങ്ങളിൽ നിന്നായി ഉയർന്നു വന്നു. ഈ ഘട്ടത്തിലൊക്കെയും നമുക്കറിയാം, ഒരു സംഘടനയ്ക്കുള്ളിലാകുമ്പോഴത്തേക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഇപ്പം കോൺഗ്രസ്സുകാർ പറയുന്ന അനുസരിച്ച് CPM-നുള്ളിൽ അങ്ങനെ അഭിപ്രായ ഭിന്നതകൾ വരാത്തതിനുള്ള കാരണം അവിടുത്തെ ഒരു കേഡർ പാർട്ടി, ഞങ്ങൾക്ക് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം കൂടുതൽ ഉള്ളതുകൊണ്ട് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിപ്പം ജനാധിപത്യത്തിന്റെ സൗന്ദര്യം കൂടി അങ്ങോട്ട് കൂട്ടയടിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അണികളെ അങ്ങോട്ട് പറഞ്ഞു നിർത്താൻ വേണ്ടി, അംഗങ്ങളെ അങ്ങോട്ട് പറഞ്ഞു നിർത്തി ഒരു സംഘടനയെ അല്ലെങ്കിൽ ഒരു പാർട്ടിയെ ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഒരു നേതൃത്വത്തിന്റെ സാന്നിധ്യക്കുറവ് അല്ലെങ്കിൽ ഒരു നേതൃത്വമില്ലായ്മ സാധാരണക്കാർക്ക് പോലും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. പലവട്ടവും എവിടെ ഒരു KPCC അധ്യക്ഷനെ ചോദിച്ച് പലയിടങ്ങളിലും പോസ്റ്ററുകളും ബാനറുകളും ഫ്ലെക്സുകളും ഒക്കെ ഉയർന്നത് നമ്മൾ കണ്ടു. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രിയോട് കഴിഞ്ഞ ദിവസം ചോദിക്കുമ്പോഴും അതൊക്കെ ഞങ്ങളുടെ സംഘടനാ കാര്യമല്ലേ, ഞങ്ങൾ തീരുമാനിച്ചോളാം, നിങ്ങൾ വേറെ എന്തെങ്കിലും ചോദിക്കൂ എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ വായടയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ സംഘടനയിൽ ഉണ്ടാകുന്ന ഈ ഒരു പ്രതിസന്ധി, അതിനെ എങ്ങനെ പരിഹരിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം? ഉടനെ തങ്ങാനും ഒരു അധ്യക്ഷനെ, ഒരു KPCC അധ്യക്ഷനെ കണ്ടെത്തുമോ കോൺഗ്രസ്? നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുക ഒരു നേതൃത്വത്തിന് തന്നെ ആയിരിക്കില്ലേ ബിനൽ? നേരത്തെ കോൺഗ്രസ് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞിരുന്നത്, CPM-നെ പോലെയല്ല, അത് ആ സർക്കാർ LDF സർക്കാർ വരുമ്പോൾ നിയന്ത്രിക്കുക AK സെന്ററിൽ നിന്നായിരിക്കും, ഇവിടെ അങ്ങനെയായിരിക്കില്ല, KPCC പൂർണ്ണമായി നിയന്ത്രിക്കുന്ന ഒരു സർക്കാർ ആയിരിക്കില്ല എന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നത്. പക്ഷേ അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഈ സർക്കാരിൽ കാണാനുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. തുടക്കത്തിൽ തന്നെ വലിയ വിവാദങ്ങൾ സ്റ്റാഫുകളുടെ നിയമനത്തിന് തുടങ്ങിയതാണ്. അതിപ്പോൾ പ്ലീഡർ നിയമനത്തിലേക്ക് വരുമ്പോൾ വലിയ ആക്ഷേപങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുകയാണ്. അതിനൊരു പരിഹാരം കണ്ടെത്താനും സാധിച്ചിട്ടില്ല. നിലവിൽ 2 പേരുടെ നിയമനം, ഒരാൾ സംഘപരിവാറും മറ്റൊരാൾ പഠിക്കുന്ന കാലത്ത് SFI ആയിരുന്നുവെന്നാണ് KSU-വിൻ്റെ ആരോപണം. അത് വലിയ തലങ്ങളിലേക്ക് പോവുകയും ചെയ്തു. ഇനി ആ പട്ടികയിലൊന്നും മാറ്റം വരാനുള്ള സാധ്യതയില്ല. പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കണം. ആ പ്രശ്നം പരിഹരിക്കാത്തതിന് ഒരു പരിധിവരെ കാരണമായത് കോൺഗ്രസിൽ സംഘടന ഇല്ലാത്തതാണ്. അതിന് നേതൃത്വം ഇല്ലാത്തത് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. നിലവിൽ ഒരു KPCC പ്രസിഡന്റ് മന്ത്രിയായി, വൈദ്യുതി മന്ത്രിയാണ്. 2 വർക്കിംഗ് പ്രസിഡന്റുമാർ AP അനിൽകുമാറും PC വിശ്വനാഥും മന്ത്രിമാരായി. അവർ ആ തിരക്കിലേക്ക് മുന്നോട്ട് പോയി. പാർട്ടിയെ നയിക്കുന്നതിലേക്കുള്ള പൂർണ്ണ സമയം പാർട്ടിക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആ നേതൃത്വം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അത് ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ ഭരണം കിട്ടിയപ്പോൾ തന്നെ ഉടനെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞതാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രാരംഭ നടപടികൾ മാത്രമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ദീപദാസ് മുൻഷി കേരളത്തിലേക്ക് വന്ന് മുതിർന്ന നേതാക്കളുമായി ചില ആശയവിനിമയങ്ങൾ നടത്തിയത് ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തിരക്കിട്ട ചർച്ചകളിലേക്ക് മുന്നോട്ട് പോയിട്ടില്ല. ഒരു 10-ലധികം, 1 ഡസനോളം പേരുകൾ AICCക്ക് മുന്നിൽ, ഹൈക്കമാൻഡിന് മുന്നിൽ ഉണ്ട്. അതിന് പ്രധാനപ്പെട്ട പേരുകൾ മാത്യു കുളനാടൻ അടക്കമുള്ള ആളുകളുടെ പേരുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ പ്രഖ്യാപനത്തിലേക്ക് ഇതുവരെ പോയിട്ടില്ല എന്നുള്ളതാണ്. അത് കോൺഗ്രസിനെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്ലീഡർ നിയമനത്തിലൊക്കെ ഇന്നലെ നമ്മൾ VM സുധീറിൻ്റെ നിലപാടൊക്കെ കണ്ടതാണ്. അദ്ദേഹം തുടക്കത്തിൽ VD സതീശന് ഒപ്പം നിന്ന, മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹത്തെ പിന്തുണച്ച ആളാണ്. പക്ഷേ ഇന്നലെ അലോഷ്യസ് സേവ്യറിനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രാഷ്ട്രീയ മാനങ്ങൾ വേറെയൊക്കെ ഉണ്ട്. ഇങ്ങനെ ഈ നീണ്ടുപോകുമ്പോൾ, ഈ പ്രശ്നം ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ അത് പാർട്ടിക്കും അതോടൊപ്പം തന്നെ സർക്കാരിനും ദോഷകരമായി ബാധിക്കുമെന്നാണ് പ്രവർത്തകരും അഭിപ്രായപ്പെടുന്നത്.
അഭിപ്രായപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ചില നേതാക്കൾ, ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് മുതിർന്ന നേതാക്കൾ ഇക്കാര്യത്തിൽ ഇടപെട്ട് ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഈ അലോഷ്യസ് സേവ്യറും മുഖ്യമന്ത്രി തമ്മിലുള്ള കൂടിക്കാഴ്ച അതങ്ങനെ വല്ലാതെ നീണ്ടുപോയി പ്രശ്നം ഗുരുതരമായി വീണ്ടും വാക്പോരിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല, അത് വേഗം അവസാനിപ്പിക്കണമെന്ന് ചില നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ ആ ചർച്ചകളിലേക്ക് പോകാത്തതിന് കാരണം അവിടെ കൃത്യമായ ഒരു നേതൃത്വം ഇപ്പോഴില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രശ്നം കോൺഗ്രസ് നേരിടുന്നുമുണ്ട്. അവിടെ മാത്രമല്ല, കോൺഗ്രസിൽ മാത്രമല്ല, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിനും KSUവിനും ഒക്കെ സമാനമായ സ്ഥിതിയുമുണ്ട്. നിലവിൽ കഴിഞ്ഞ KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഈ KSU പിരിച്ചുവിട്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തണം, സമ്മേളനം നടത്തണം എന്നൊക്കെ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നതാണ്. യൂത്ത് കോൺഗ്രസ് സംബന്ധിച്ച് അവിടെ OG ജനീഷും മന്ത്രിയായി മാറിയതോടെ ആ സംഘടനയും നിർജീവമായി എന്നുള്ള അഭിപ്രായം ഉണ്ട്. വലിയ അത്തരം കാര്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് നീറ്റ് സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സജീവമായി അങ്ങനെ സമരങ്ങളിലേക്കൊന്നും ഇറങ്ങാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ നിർജീവമായി പോയി എന്നൊരു അഭിപ്രായമുണ്ട്. ഈ സംഘടന ഇല്ലാത്തത് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സംഘടന നേതൃത്വത്തിന് വേണ്ടിയിട്ട് ഈ പ്രവർത്തകരും ഒരു വിഭാഗം നേതാക്കളും ഒക്കെ ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തി തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങൾ അതിരൂക്ഷമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. സേതു. ഓക്കെ, ശരി ബിനിൽ, ശരി.